ഇതാരെന്ന് മനസ്സിലായ? ഇത് കേശു, കുഞ്ഞിലെ കിട്ടിയതാ. പക്ഷെ ഇവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവ ഇങ്ങനെ തന്നെ, കണ്ണ് കാണില്ല. പക്ഷെ ഇവൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു കടിയേറ്റുണ്ടായിരുന്നു. ആ ഞരമ്പിന് തകരാറായതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞാൽ തലച്ചോറിലെ ഞരമ്പുകൾക്ക് എന്തോ പറ്റിയതാണ്, അതിന് ഓക്കെ ആവില്ല എന്നാണ് പറഞ്ഞത്. അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനെ ഡിസ്റ്റർബ് ആകുമ്പോൾ അവൻ്റെ കൈയൊക്കെ തന്നെ കടിച്ചു മുറുക്കി മരുന്ന് വെക്കി ഉണങ്ങും, കടിച്ചു മുറിക്കും, മരുന്ന് വെക്കി ഉണങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഒറ്റയ്ക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കില്ല, നമ്മൾ പിടിച്ചിങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് ഭക്ഷണം വെള്ളമൊക്കെ കഴിക്കുക. നമ്മൾ ഈ ഭിന്നശേഷികളായ കുട്ടികളില്ലേ, അങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ സ്പെഷ്യൽ കെയറിങ് ആണ്. കൈ ഇങ്ങനെ മുറിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും പേടിച്ചിട്ടാവും. മരുന്ന് വെക്കി ഉണക്കും വീണ്ടും. ഇതാരും മനസ്സിലായില്ലേ? ബ്ലാക്ക് നമ്മൾ വലിയ മുറിവായിട്ട് റെസ്ക്യൂ ചെയ്തതാണ്. അതിൻ്റെ മുറിവ് ഉണങ്ങി വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ? ഇതൊന്നല്ല, അതിൻ്റെ ഒറിജിനൽ ഫസ്റ്റത്തെ മുറിവ് കണ്ട നിങ്ങൾ ഞെട്ടു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വിടാനായിട്ടില്ല. മരുന്ന് കഴിച്ച് കുറച്ചും കൂടി സെറ്റ് ആവാണ്ട്. പിന്നെ ആരും വളർത്തി ഉപയോഗിച്ചാണ്. സ്കിന്നിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. മരുന്ന് സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ അതിഥികൾ വേറെ ഉണ്ട്, അപ്പുറത്ത് സലോമി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും റെസ്റ്റിലാണ്. ശമ്പുണ്ട് അപ്പുറത്ത്, മറ്റുള്ള കിടക്കട്ടെ. നമ്മൾ സർജറി ചെയ്ത ആളാണ്, ഇപ്പോൾ ലാസ്റ്റ് സർജറി ചെയ്ത് ആളിപ്പോഴും മണ്ണ് പോയൊക്കെ എടുക്കും. അപ്പോൾ മുറിവിലൊക്കെ മണ്ണാവും. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ അങ്ങനത്തെ സ്ഥലമാണ്. മുറിവൊക്കെ ഉണങ്ങിയിരിക്കണം ഏകദേശം. പിന്നെ ശമ്പു അവിടെ കിടക്കുന്നുണ്ട് വിഷാദമോഹനായിട്ട്. കാരണം അവന് ഈ കൂട്ടിലകപ്പെട്ടിട്ട് അവന് എന്താ പറയുക, എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞ് അവൻ്റെ സ്വാതന്ത്ര്യത്തേക്ക് പോകാൻ കഴിയാത്ത കാരണം ഭക്ഷണം കൊടുത്താൽ ദേഷ്യത്തിലൊക്കെ തട്ടിമറിക്കും, ഗെല്ല് കടിച്ചു മുറിക്കാൻ നോക്കും. എന്തായാലും മുറിവ് ഇച്ചിരി കൂടി ഉണങ്ങാണ്ട്. അവൻ്റെ നെഗൊക്കെ വലുതായിരിക്കണം. അവനിങ്ങനെ മണ്ണിലൊക്കെ മരത്തിലൊക്കെ മാന്തിയിട്ട് നെഗ അവർ ഓട്ടോമാറ്റിക് ശരിയാക്കില്ലേ, അതൊന്നും ചെയ്യാണ്ട് എന്തായാലും അധികം വൈകാതെ അവനെ വിടണം. അവൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ. കാരണം തെരുവിൽ ജനിച്ചു വളർന്ന് മുതിർന്ന നായകൾക്കൊന്നും നമ്മളിവിടെ പിടിച്ചു വെക്കാൻ പാടില്ല. അവരങ്ങനെ നിൽക്കില്ലേ ആർക്കും. എവിടെയും അവരെ ഏത് സ്വർഗം കൊടുത്താലും അവർ നിൽക്കില്ല. അവരുടെ സ്വർഗം പുറത്തെ സ്വാതന്ത്ര്യമാണ്. എന്തായാലും മുറിവ് ഉണങ്ങട്ടെ. ഹായ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കൂ, സമാധാനത്തോടെ ഇരിക്കൂ. ബൈ ബൈ.